ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദത്തിൽ കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട ഓച്ചിറയിൽ നാമജപ ഘോഷയാത്ര നടത്തി. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഓച്ചിറ അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫീസിലേക്കാണ് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ നേതൃത്വത്തിൽ നാമജപ ഘോഷയാത്ര നടത്തിയത്. ശബരിമല ക്ഷേത്രത്തിൽ നടന്ന സ്വർണ്ണക്കൊള്ളയിൽ ഉൾപ്പെട്ടവരെ മുഴുവൻ അറസ്റ്റ് ചെയ്യണമെന്നും സർക്കാരിനും ദേവസ്വം ബോർഡിനും കൊള്ളയിൽ കൂട്ടുത്തരവാദിത്തമുണ്ടെന്നും കേന്ദ്ര ഏജൻസികൾ സമഗ്ര അന്വേഷണം നടത്തണമെന്നും ആവശ്യപ്പെട്ടാണ് ഹിന്ദു ഐക്യവേദി ഓച്ചിറയിൽ നാമജപ ഘോഷയാത്ര സംഘടിപ്പിച്ചത്. ഓച്ചിറ റീജൻസി ഹാളിന് സമീപത്തു നിന്നും ആരംഭിച്ച ഘോഷയാത്ര ദേവസ്വം ബോർഡ് ഓച്ചിറ അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫീസിന് മുന്നിൽ സമാപിച്ചു. ഹിന്ദു ഐക്യവേദി ജില്ലാ പ്രസിഡന്റ് സുശീലൻ ഉദ്ഘാടനം ചെയ്തു. അപ്പം അവിടെ വൃത്തിയായിട്ട് ഭംഗിയായിട്ട് പണിത് പാളികൾ ദ്വാരപാലകന്മാരുടെ ബിംബങ്ങളിൽ ചൂടിയിരുന്ന ഒട്ടിച്ചിരുന്ന എല്ലാ പാളികളും ഇളക്കേണ്ട ഒരാവശ്യം ദേവസ്വം ബോർഡ് പ്രവർത്തകർക്ക്, ദേവസ്വം ബോർഡിലെ ഉത്തരവാദിത്തപ്പെട്ടവർക്കും ഗവൺമെന്റിനും എന്താണ് ഇത്ര താല്പര്യം? ഗിരീഷ് ഓച്ചിറ അധ്യക്ഷത വഹിച്ചു. ഓച്ചിറ രവികുമാർ, ഓമനക്കുട്ടൻ തുടങ്ങിയവർ പങ്കെടുത്തു. ശബരിമലയിലെ അയ്യന്റെ മുഴുവനും സ്വർണവും മൊത്തം അടിച്ചുമാറ്റുന്ന ഈ ദേവസ്വം ബോർഡും ഈ സർക്കാരും, അതായത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അറിവോടുകൂടി നടന്നിട്ടുള്ള ഈ കൊള്ളയ്ക്കെതിരെ കേരളത്തിലെ വ്യാപകമായ ഇതുപോലുള്ള പ്രക്ഷോഭങ്ങള് കഴിഞ്ഞ 3-4 ദിവസമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരെ, കൊള്ളയ്ക്കെതിരെ രാജ്യവ്യാപകമായി ഈ പ്രക്ഷോഭം തുടർന്ന് മുന്നോട്ട് പോകുവാൻ ആണ് സംഘടനാ തീരുമാനം. ആർ ധനരാജൻ മുഖ്യപ്രഭാഷണം നടത്തി. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ.